ഓർമ്മയിൽ ഒരു വില്ലനുണ്ടെങ്കിൽ അതാണ് ഹേരോദാവ്. ക്രൂരനും നിഷ്ഠൂരനുമായ ഒരു രാജാവ്. ഒരു ദിവസം കിഴക്കുനിന്ന് ചില സന്ദർശകർ എത്തിയിട്ടുണ്ട് എന്ന വാർത്ത ഹേരോദ രാജാവ് അറിഞ്ഞു. ഈ സന്ദർശകർ ഒരു ചോദ്യം ചോദിച്ചു: യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ എവിടെ? തങ്ങൾ കിഴക്കുനിന്ന് അവന്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുന്നു. ആ ചോദ്യം രാജാവിനെ ഭയപ്പെടുത്തി. ജീവിതത്തിൽ എന്തിനെയാണ് നാം ഭയക്കുന്നത്? ആരെയാണ് നാം ഭയക്കുന്നത്? നമ്മിൽ ചിലർ നമ്മുടെ ഭൂതകാലത്തെ ഭയക്കുന്നു. പഴയ കാലത്ത് നാം ചെയ്ത തെറ്റുകൾ മറ്റുള്ളവർ അറിയുമോ, ഓർക്കുമോ, പറയുമോ എന്ന് നമ്മിൽ പലരും ഭയക്കുന്നു. നമ്മിൽ ചിലർ വരുവാനിരിക്കുന്ന ഭാവിയെ ഓർത്ത് ഭയപ്പെടുന്നു. ചിലർ എല്ലാ ദിവസവും ഈ ഭയത്തിൽ സമയം നഷ്ടപ്പെടുത്തുന്നു. വാർത്താ ചാനലുകൾ നോക്കുമ്പോൾ നമ്മുടെ ഭയം ഇരട്ടിക്കുന്നു എന്നതാണ് പലരുടെയും യാഥാർത്ഥ്യം. ബൈബിൾ പറയുന്നു, ഹേരോദാവ് ഇത് കേട്ടപ്പോൾ അസ്വസ്ഥനായി. അവന്റെ ഹൃദയം കലങ്ങിപ്പോയി. ഒടുവിൽ അവൻ തന്റെ ശത്രുക്കളെയെല്ലാം കീഴടക്കി അവരെ കൊന്നൊടുക്കിയ ശേഷം സ്വസ്ഥമായിരിക്കുമ്പോൾ ഇപ്പോൾ ഇതാ തന്റെ സ്വസ്ഥത കെടുത്താൻ വന്നിരിക്കുന്നു വിദ്വാൻമാർ. ഈ അപരിചിതരുടെ ആഗമനവും അവരുടെ ചോദ്യവും ഹെരോദാവിനെ ചിന്താക്കുഴപ്പത്തിലാക്കിയിരിക്കുന്നു. യഹൂദന്മാർ ഒരു മശിഹായെ, അവരെ രക്ഷിക്കുവാൻ ഒരാളെ അന്വേഷിക്കുന്നുവെന്ന് ഹെരോദാവിന് നന്നായി അറിയാമായിരുന്നു. മശിഹ വന്നാൽ തന്റെ രാജ്യത്വം ഇല്ലാതാകുമെന്ന് അവൻ തിരിച്ചറിഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ടു. നക്ഷത്രത്തെ അനുഗമിച്ച് അവർ ശിശുവിന്റെ അടുക്കലെത്തി. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരുക്കവും മൂരും കാഴ്ചവെച്ചു. ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. മറിയയും യോസഫും യേശുവിനോടൊപ്പം ഈജിപ്തിലേക്ക് യാത്രയായി. വിദ്വാൻമാർ തന്നെ കളിപ്പിച്ചെന്ന് മനസ്സിലായ ഹെരോദാവ് ബേത്ലഹേമിൽ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലുവാൻ കൽപ്പിച്ചു. ഹെരോദാവിന്റെ മരണശേഷം മറിയയും യോസഫും തിരികെ വന്നു. ഈ ഡിസംബർ മാസത്തിൽ എങ്ങനെയാണ് നാം യേശുവിനോട് പ്രതികരിക്കുന്നത്? ഹെരോദാവിനെ പോലെ സ്വാർത്ഥരായ ദുഷ്ടരായ ആളുകൾ ഈ ഡിസംബറിലും നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ ആ ക്രൂരത കണ്ട് മനസ്സ് മടുക്കാതെ, മരവിപ്പില്ലാതെ സംരക്ഷിക്കുന്ന ദൈവീക കരം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.